ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഇംഗ്ലീഷ് ടു ട്രാക്കിൻ്റെ പുതിയൊരു ക്ലാസ് വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ ഒരു സസ്പെൻസ് ബാക്കി വെച്ചിട്ടായിരുന്നു ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്തത്. അതുകൊണ്ട് തന്നെ എനിക്കറിയാം എല്ലാവരും എന്താണ് ആ സസ്പെൻസ്, അതിൻ്റെ സെക്കൻഡ് പാർട്ട് കാണുന്നതിന് വേണ്ടി ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുകയാണെന്നറിയാം. ഓക്കെ, ഈ ക്ലാസ് വീഡിയോ കാണുന്ന പുതുതായി കാണുന്നവർ അല്ലെങ്കിൽ കഴിഞ്ഞ ക്ലാസ് വീഡിയോ കാണാതെ ഈ ക്ലാസ് വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ അവരുടെ ശ്രദ്ധയിലേക്ക് ഒരു കാര്യം ഞാൻ സൂചിപ്പിക്കുന്നു. കഴിഞ്ഞ ക്ലാസ് വീഡിയോ എന്നത് ഇംഗ്ലീഷ് ഫ്ലുവൻസി സൊല്യൂഷൻ്റെ ഒരു ഉപാധിയായ റീഡിംഗ് എന്ന പ്രോസസ്സിൻ്റെ ഒന്നാം ഭാഗമായിരുന്നു. അത് നമ്മുടെ ക്ലാസ് നിരന്തരം വീക്ഷിക്കുകയായിരുന്ന ഒരുപാട് പേർ ആവശ്യപ്പെട്ടതുകൂടിയാണ്. അവർ പേഴ്സണലായിട്ട് തന്നെ മെസ്സേജിലൂടെ അറിയിച്ചിട്ടുണ്ട്. ഇംഗ്ലീഷ് ഫ്ലുവൻസി ഉറപ്പുവരുത്താൻ ഇംഗ്ലീഷ് റീഡിങ്ങിനെ എങ്ങനെയാണ് ഉപയോഗപ്പെടുത്തേണ്ടത് എന്നതിനെ സംബന്ധിച്ച് ആയിരുന്നു ആ ക്ലാസ്. ഞാൻ അതിൻ്റെ ഭാഗമായി റീഡിംഗ് എന്നതിനെ ഒരു റീഡിംഗ് പ്രോസസ്സ് എന്ന നിലയിലും ഒരു ഹാബിറ്റ് എന്ന നിലയിലുമാണ് പാർട്ട് 1 ക്ലാസ്സിൽ പരിചയപ്പെടുത്തി ഉദാഹരണ സഹിതം വ്യക്തമാക്കി കൊടുത്തത്. കഴിഞ്ഞ ക്ലാസ്സിൻ്റെ അവസാനം നൽകിയ സസ്പെൻസ് എന്ന് പറയുന്നത് സ്ക്രീനിൽ ഏതാനും വാക്കുകളും വാചകങ്ങളും ഖണ്ഡികകളായി കൊടുക്കും, പാരഗ്രാഫുകളായി കൊടുക്കും. അത് നിങ്ങൾക്ക് വേഗത്തിൽ വായിക്കാൻ കഴിയുന്നുണ്ടോ? അങ്ങനെയാണെങ്കിൽ അവ വായിച്ച് നിങ്ങളുടെ റീഡിങ്ങിലെ നാച്ചുറൽ ഫ്ലോ ഒന്ന് ബോധ്യപ്പെടുത്തൂ എന്നതായിരുന്നു ആ ഒരു ത്രില്ലിംഗ് സസ്പെൻസ്. അതിനാണ് നിങ്ങളെല്ലാവരും ആകാംക്ഷയോട് കാത്തിരിക്കുന്നത് എന്നെനിക്കറിയാം. അങ്ങനെയാണെങ്കിൽ വൈകിപ്പിക്കുന്നില്ല, ഇതാ നിങ്ങൾ പ്രതീക്ഷിച്ചത് ഇവിടെ നൽകാൻ വേണ്ടി പോകുന്നു. ശ്രദ്ധിച്ചോളൂ. നിങ്ങൾ പറയുക, അവരിൽ എന്നെ ഉൾപ്പെടുത്തിയോ? എനിക്ക് വായിക്കാനും കഴിയും. പിന്നെ സർദ ഏതാണ് സെൻറ്റൻസ്? ഞാൻ വായിക്കും. ഹെഡിങ് നോട്ട് എവ്രി വൺ ക്യാൻ റീഡ് ദിസ്. ഏത് ആദ്യത്തെ വരി ശ്രദ്ധിച്ചോ? അതിലത്തെ സ്പെല്ലിങ് നോക്കിയേ. എഴുതുന്നവർ FI YUO CNA RAED TIHS കോമ. ഇവ എന്തൊരു വാക്കുകൾ! സ്പെല്ലിങ് നോക്കിയേ. ആദ്യം തന്നെ FI ഫയ്യ. നിങ്ങൾക്ക് നാച്ചുറൽ സ്പീഡ് ഓഫ് റീഡിംഗ് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ നാച്ചുറൽ ഫ്ലോ ഓഫ് റീഡിംഗ് ഉണ്ടെങ്കിൽ ഒന്നത് സ്പീഡിൽ വായിച്ചു നോക്കിയേ. സ്പെല്ലിങ് ഇൻവേർട്ടഡ് ആവാം, ഷഫിൾ ചെയ്തിട്ടുണ്ടാവാം. നാച്ചുറൽ ഫ്ലോ ഓഫ് റീഡിങ്ങിൻ്റെ ഉടമകളാണ് നിങ്ങളെങ്കിൽ പെട്ടെന്ന് നിങ്ങളത് വായിക്കുമല്ലോ. വായിച്ച് എങ്ങനെ? ചിലർക്ക് കഴിയുന്നുണ്ട് അല്ലേ? എന്താണത്? ഇഫ് യു ക്യാൻ റീഡ് ദിസ്. ഇഫ് യു ക്യാൻ റീഡ് ദിസ്. സ്പെല്ലിങ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയാലും കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും, ഒറ്റ വായന കറക്റ്റായി കിട്ടും.
ഇഫ് യു ക്യാൻ റീഡ് ദിസ് കൊമ, ബാക്കി സ്പെല്ലിംഗ് ശ്രദ്ധിച്ചോ, വായിക്കാൻ പറ്റുമോ നോക്കോ. എന്താണ്? YUO, യു, യെസ്, യു. ഓക്കെ, അതാ അവിടെ കാണിക്കുന്നുണ്ട് സ്ക്രീനിൽ. വായിക്കാൻ ശ്രമിച്ചോ? കാണുന്നുണ്ടല്ലേ? ഓക്കെ. ഓക്കെ, TOO അതിലാണത് അവസാനിച്ചത്. അപ്പോൾ എന്താണത് വായിക്കുക? യു ഹാവ് എ സ്ട്രേഞ്ച് മൈൻഡ് ടു. എന്താ ഹാവിൻ്റെ സ്പെല്ലിംഗ് കൊടുത്ത് നോക്കിയേ, HVAE. എന്നിട്ട് ഹാവ് എന്ന് വായിക്കാൻ കിട്ടിയോ? എങ്കിൽ നിങ്ങൾക്ക് നാച്ചുറൽ ഫ്ലോ ഓഫ് റീഡിംഗ് ഉണ്ട്. യെസ്, ബാക്കി കൂടെ വായിച്ചു നോക്കിയേ. യു ഹാവ് എ സ്ട്രേഞ്ച് മൈൻഡ് ടു. എല്ലാം കൂട്ടി വായിച്ച് ഇഫ് യു ക്യാൻ റീഡ് ദിസ്, ഇത് നിങ്ങൾക്ക് വായിക്കാൻ കഴിയുമെങ്കിൽ യു ഹാവ് എ സ്ട്രേഞ്ച് മൈൻഡ് ടു. സ്ട്രേഞ്ച് സ്പെല്ലിംഗ് ഒക്കെ സാധാരണ സ്ട്രേഞ്ച് സ്പെല്ലിംഗ് STRANGE എല്ലാം അതിലുണ്ട്. പക്ഷെ ഇൻവേർട്ടഡ് സ്പെല്ലിംഗ് ആണ് SGTRANE. നോക്കാം, നിങ്ങൾക്കൊരു സ്ട്രേഞ്ച് മൈൻഡ് ഉണ്ടോ നോക്കട്ടെ. വായനയിൽ അപാരമായ കഴിവുണ്ടോ? ഓക്കെ, ഇതാ ബാക്കി സെൻറ്റൻസുകളോട്. യെസ്, ശ്രദ്ധിച്ചോളൂ. വായിക്കാൻ കിട്ടുന്നുണ്ടോ? എന്താണ്? സ്പെല്ലിങ്ങെല്ലാം തെറ്റാണ്. തെറ്റെന്നല്ല, ആദ്യത്തെ അവസാനത്തെ സ്പെല്ലിങ് പ്രത്യേകിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയിട്ടുണ്ട്. അത് ഏത് ഭാഗത്തെ സ്പെല്ലിങ് മാറിയാലും നിങ്ങൾക്ക് സ്വാഭാവിക വേഗത ഇതിനു മുമ്പേ തന്നെ റീഡിങ്ങിൽ കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് തെറ്റാണ്ട് വായിക്കാൻ പറ്റും. ഒന്ന് വായിച്ചു നോക്കിയ സെൻറ്റൻസ്. സെക്കൻഡ് സെൻറ്റൻസ് കുഡ്. കുഡാണോ കുഡ് നോട്ടാണോ? കുഡിൻ്റെ C ഉണ്ട്, അതിൽ OULD ഉണ്ട്, പിന്നെ NLും വരുന്നുണ്ടല്ലോ. N ഉണ്ട് അല്ലേ? O ഉണ്ട്, T ഉണ്ട്. സോ ഐ കുഡ് നോട്ട് ബിലീവ് ദാറ്റ് ഐ കുഡ് ആക്ച്വലി അണ്ടർസ്റ്റാൻഡ് വാട്ട് ഐ വാസ് റീഡിങ്. കറക്റ്റ് അല്ലേ? സ്പെല്ലിങ് തെറ്റിയാലും നിങ്ങൾ വായിക്കുന്നുണ്ടല്ലോ. ഇതാണ് മക്കളെ റീഡിംഗ് പ്രോസസ് കൊണ്ടുള്ള മറ്റൊരു ഗുണം. സ്വാഭാവിക വേഗത നിങ്ങൾ നേടിയെടുത്താൽ പിന്നെ ഇംഗ്ലീഷ് സംസാരിക്കുന്നതിൽ ഇരട്ടി വേഗതയുണ്ടാവും. ഇംഗ്ലീഷ് ഫ്ലുവൻസി can easily be ensured by practicing this type of paragraph. This is the second advantage of reading process. എന്താണ്? Reading process improves one's natural flow of reading. വളരെ ആകാംക്ഷയുണ്ട് അല്ലേ? കുറച്ചും കൂടെ സെൻറ്റൻസുകൾ തരാൻ. ശരി, എങ്കിലിതാ കുറച്ചും കൂടെ വരികൾ നോക്കിക്കോളൂ. അടുത്ത വരി ഇതാ. അതൊരു ടഫ് വേർഡായിപ്പോൾ അല്ലേ? സ്പെല്ലിങ് തെറ്റിപ്പോയി അല്ലേ? സ്പെല്ലിങ് തെറ്റുന്നല്ല, ഞാൻ പറഞ്ഞു ഇൻവേർട്ട് ചെയ്ത്. നിങ്ങൾ ഇങ്ങനെയും ഇങ്ങനെയും നിങ്ങൾക്ക് വായിക്കാം. അതിന് വേണ്ടിയിട്ടാണ്. ദ ഫിനോമിനൽ പവർ ഓഫ് ദ ഹ്യൂമൻ മൈൻഡ്. ഉണ്ടോ? ശാസ്ത്രീയമായ ഒരു ആശയം വ്യക്തമാക്കുന്നതാണ് ഇവിടെ. എന്താ? നമ്മുടെ മനുഷ്യ മനസ്സിൻ്റെ ഒരു പ്രത്യേക കഴിവാണിത്. ദ ഫിനോമിനൽ പവർ ഓഫ് ദ ഹ്യൂമൻ മൈൻഡ്. അതൊരു കോമയുണ്ട് അല്ലേ? യെസ്. അക്കോർഡിംഗ് ടു അതേതാ വേർഡ്? ഒരുപാട് സ്പെല്ലിംഗ് അങ്ങോട്ട് മാറിപ്പോയിട്ടുണ്ടല്ലോ. വായിക്കാൻ കിട്ടുമോ? RSCHEEARCH. റിസർച്ച് എന്നായിരിക്കോ? ഓക്കെ, R ഉണ്ട്, E ഉണ്ട്, SEARCH.
Research. Yes. According to a research at Cambridge University. ഓക്സ്ഫോർഡും കേംബ്രിഡ്ജും എല്ലാവർക്കും അറിയുന്നതാണ് അല്ലേ? കേട്ടിട്ടുണ്ട്, അതിനെക്കുറിച്ച് വായിച്ച് പഠിച്ചിട്ടുണ്ട്. ഓക്കെ. കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റി, ഇറ്റ് ഡസ് നോട്ട് മാറ്റർ അല്ലേ? ഇറ്റ് ഡസ് നോട്ട് മാറ്റർ ഇൻ വാട്ട് ഓർഡർ, ഏത് ക്രമത്തിലാണ്. അപ്പോൾ ഇത്തരം വായനയെക്കുറിച്ചാണ് ഈ ആർട്ടിക്കിൾ. ഇൻ വാട്ട് ഓർഡർ ദ ലെറ്റേഴ്സ് ഇൻ എ വേർഡ് ആർ. ഒരു വാക്കിൽ അക്ഷരങ്ങളൊക്കെ ഏത് ഓർഡർ അഥവാ ക്രമത്തിലാണ് കൊടുത്തിട്ടുള്ളത്. ക്രമം മാറിയാലും ഇറ്റ് ഡസൻ മാറ്റർ. കുഴപ്പമില്ല, പ്രശ്നമില്ല. കാരണം ദി ഓൺലി ഇമ്പോർട്ടൻ്റ് തിങ് ഈസ്, അടുത്ത വെച്ച്, ദി ഓൺലി ഇമ്പോർട്ടൻ്റ് തിങ് is that the first and last letter be in the right place. ആദ്യത്തെയും അവസാനത്തെയും അക്ഷരം കറക്റ്റ് പൊസിഷനിൽ വേണം. അതാണ് ഞാൻ കണ്ടത്. യെസ്, ആദ്യത്തെയും അവസാനത്തെയും അക്ഷരങ്ങൾ കറക്റ്റ് പൊസിഷനിലാണ് എന്നുള്ളതാണ് ഇവിടെ പ്രധാനപ്പെട്ടത്. എന്നാലും ബാക്കി അക്ഷരങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയാലും നമുക്കത് സ്വാഭാവികമായും വായിക്കാൻ സാധിക്കുന്നു. തുടർന്നുള്ള വരി നോക്കിയേ. എന്താണത്? ദ, അത് കറക്റ്റ്, TH, ദ. പിന്നെ ആറും എസും ഇയും ടിയും. നിങ്ങളൊന്ന് ആലോചിക്കുകയെ, ചെറിയ കുട്ടികൾക്ക് സ്പെല്ലിംഗ് റൂൾസ് പഠിക്കാൻ വേണ്ടി ജംബിൾഡ് ലെറ്റേഴ്സ് പഠിക്കുന്നുണ്ട്. ജംബിൾഡ് ലെറ്റേഴ്സ്. ഈ നാച്ചുറൽ ഫ്ലോ ഓഫ് റീഡിങ് കുട്ടികളിൽ ലഭിക്കുന്നതിന് വേണ്ടി, അത് കരസ്ഥമാക്കുന്നതിന് വേണ്ടി ഉള്ള ഒരു തുടക്കമാണത്. ജംബിൾഡ് ലെറ്റേഴ്സ്, റീ അറേഞ്ചിങ് ജംബിൾഡ് ലെറ്റേഴ്സ് ടു മേക്ക് മീനിങ്ഫുൾ വേർഡ്സ്. വലിയ വലിയ ക്ലാസ്സിലെത്തുമ്പോൾ എന്ത് ചെയ്യുന്നു? ജംബിൾഡ് ലെറ്റേഴ്സിന് പകരം ജംബിൾഡ് വേർഡ്സ് ഉണ്ടാവും ടു മേക്ക് മീനിങ്ഫുൾ സെൻറ്റൻസസ്. അതങ്ങനെ ഡെവലപ്പ് ചെയ്ത് വരും. അപ്പോൾ നമുക്ക് ഇതിൻ്റെ വായന ഒന്ന് തുടരാം. RSET എന്നാണ്. എന്താ വായിക്കാം? RSET. അപ്പോൾ സ്റ്റാർട്ടിങ്ങും എൻഡിങ്ങും ആണ്. അപ്പോൾ റെസ്റ്റ് എന്നായിരിക്കും അല്ലേ? REST. ദ റെസ്റ്റ് എന്ന് പറഞ്ഞാൽ അവശേഷിക്കുന്ന ബാക്കി അക്ഷരങ്ങൾ. ദ റെസ്റ്റ് ക്യാൻ ബി എ ടോട്ടൽ മെസ് ആൻഡ് യു ക്യാൻ സ്റ്റിൽ റീഡ് ഇറ്റ്. ബാക്കി അക്ഷരങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയെങ്കിലും നിങ്ങൾക്കത് വായിക്കാൻ കഴിയും. ബിക്കോസ് യു ആർ ദി ഓണേഴ്സ് ഓഫ് നാച്ചുറൽ ഫ്ലോ ഓഫ് റീഡിങ്. അത് നേടിയെടുത്തിട്ടുണ്ട്. ഇനി അത് തെറ്റിപ്പോകുന്ന കുട്ടികളുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ഈ ക്ലാസ്സോടുകൂടി പരിശീലിച്ചോ. റീഡിങ് പ്രോസസ്സ്, ലൗഡ് റീഡിങ് തുടർന്നുകൊണ്ടേയിരിക്കുക. അല്പ സമയം, കുറച്ച് സമയം നിങ്ങൾ ഫ്രീ ആയിരിക്കുന്ന സമയത്ത് വെറുതെ ഒരു ഹോബി എന്ന നിലയിൽ ചെയ്തു നോക്കൂ. സ്വാഭാവിക വേഗത കൈവരിക്കാൻ കഴിയും. ഇനി നമുക്ക് ഇതിൻ്റെ ബാക്കിയും കൂടെ ഒന്ന് വായിച്ചു നോക്കാം. യെസ്, എന്താ ലാസ്റ്റ് വായിച്ച്? ദ റെസ്റ്റ് ക്യാൻ ബി എ ടോട്ടൽ മെസ് ആൻഡ് യു ക്യാൻ സ്റ്റിൽ റീഡ് ഇറ്റ് വിതൗട്ട് എ പ്രോബ്ലം. പ്രോബ്ലം എന്നുള്ള സ്പെല്ലിംഗ് നോക്കി. PBOERLM. ഇത് നിങ്ങൾ പ്രോബ്ലം എന്ന് വായിച്ചില്ലേ? അതാണ്. ദിസ് ഈസ് ബിക്കോസ്, അടുത്ത വരെ, ദിസ് ഈസ് ബിക്കോസ് ദ ഹ്യൂമൻ മൈൻഡ് ഡസ് നോട്ട് റീഡ് എവറി ലെറ്റർ ബൈ ഇറ്റ് സെൽഫ്. ശാസ്ത്രം. കാരണം മനുഷ്യ മനസ്സ്
വായനയിൽ എല്ലാ അക്ഷരങ്ങളും വായിക്കാറില്ല. സ്വാഭാവിക വേഗത കിട്ടിക്കഴിഞ്ഞാൽ മനുഷ്യ മനസ്സ് ഓരോ വേർഡിലും എല്ലാ അക്ഷരങ്ങളുടെയും ശബ്ദം പ്രൊഡ്യൂസ് ചെയ്യാറില്ല ഓരോന്നോരോന്നായിട്ട്. എന്നാൽ അക്ഷരങ്ങളുടെ ശബ്ദം സ്വാഭാവികമായിട്ടും വാക്ക് വായിക്കുമ്പോൾ വരും. ചില രക്ഷിതാക്കളൊക്കെ എന്നോട് ചോദിച്ചിട്ടുണ്ട്, എന്ത് സർ, കുട്ടികൾക്ക് ഫ്ലുവൻ്റായിട്ട് റീഡ് ചെയ്യാൻ പറ്റുന്നില്ല, എന്തെങ്കിലും ടെക്നിക്ക് ഉണ്ട് സർ? സാറിങ്ങനെ ഒരുപാട് ടെക്നിക്സ്, ഡിവൈസസ്, ടാക്ടിക്സ്, സ്ട്രാറ്റജീസൊക്കെ ഇംഗ്ലീഷ് ട്രൂ ട്രാക്കിലൂടെ പ്രസൻറ്റ് ചെയ്യാറില്ലേ? ഫ്ലുവൻസിക്ക് അല്ല, റീഡിങ്, ഒഴുക്കോടുകൂടി വായിക്കാൻ എന്തെങ്കിലും ഉണ്ടോ? അവർ ഞാൻ നിരാശപ്പെടുത്തിയിട്ടില്ല. ശാസ്ത്രീയമായി നമ്മൾ സമീപിച്ചാൽ കൃത്യമായി മനസ്സിലാവും. ഒരു ഭാഗം നമ്മൾ പരിശീലിക്കണം. എന്താണെന്ന് അറിയുമോ? ആൽഫബറ്റ് സൗണ്ട്സ് ആൻഡ് വേർഡ് പ്രൊനൗൺസിയേഷൻ. ആൽഫബറ്റ് സൗണ്ട്സ് ആൻഡ് വേർഡ് പ്രൊനൗൺസിയേഷൻ. അക്ഷരങ്ങളുടെ ശബ്ദം, അത് കുട്ടികളെ പരിശീലിപ്പിക്കണം. രണ്ട് രീതികളുണ്ട്. ഒന്ന്, പ്രാദേശിക ഭാഷയിലുള്ള അക്ഷരങ്ങളുണ്ട്. നമ്മൾ മലയാളത്തിലാകുമ്പോൾ സ്വരാക്ഷരങ്ങൾ, വ്യഞ്ജനാക്ഷരങ്ങൾ, ചില്ലക്ഷരങ്ങൾ, കൂട്ടക്ഷരങ്ങൾ, അതിനൊക്കെ സമാനമായ, ആ ശബ്ദത്തിന് സമാനമായ ഇംഗ്ലീഷ് അക്ഷരങ്ങൾ വരുന്നുണ്ട്. അത് ഞാൻ വിശദമായിട്ട് പോകുന്നില്ല. ഇപ്പോൾ അപ്പോൾ ഇതിന് ഇംഗ്ലീഷിൽ അക്ഷരങ്ങളുണ്ടല്ലോ. എ എന്ന അക്ഷരമുണ്ട്. ഇപ്പോൾ ആം, ARM, ആം, ആ വരും സ്വാഭാവികമായിട്ട്. അങ്ങനെ ഓരോന്നും പരിശോധിച്ച് നോക്കിയാൽ നിങ്ങൾക്കത് മനസ്സിലാവും. അത് ഒരു ടാബുലർ ഫോമിൽ തന്നെ കൊടുത്ത് പ്രിൻ്റഡ് നോട്ട്സൊക്കെ കൊടുത്ത് കുട്ടികൾ പരിശീലിക്കാറുണ്ട്. ഞാൻ തന്നെ കുട്ടികൾക്ക് അതിൻ്റെ പ്രിൻ്റഡ് നോട്ട്സ് കൊടുക്കാറുണ്ട്. യെസ്. പിന്നെ അതിൽ എക്സെപ്ഷൻസ് വരും. ഇപ്പോൾ യു, കുട്ടികൾ പഠിക്കേണ്ടത് എങ്ങനെയാണ്? യു എന്ന അക്ഷരം, ആ എന്ന ശബ്ദം. യു എന്ന അക്ഷരത്തിന് ആ എന്ന ശബ്ദം ഉണ്ട്. ഫോർ എക്സാമ്പിൾ, UNCLE. എന്താ വായിക്കേണ്ടത്? യുങ്കിൾ എന്നല്ല, അങ്കിൾ, അങ്കിൾ. കണ്ടോ? UGLY, അഗ്ലി. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളും കൂടെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കണം. 1-2 ദിവസങ്ങൾ, ഒരു ദിവസം 2 മണിക്കൂർ എന്ന രൂപത്തിൽ ഉപയോഗിച്ചാൽ ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ തന്നെ കുട്ടികൾ ആ ട്രാക്കിലേക്ക് വരും. നാച്ചുറൽ റീഡിങ് ട്രാക്കിലേക്ക് വരും. പിന്നെ ഇതേ അക്ഷരം യു തന്നെ യു എന്ന ശബ്ദത്തിലും ഉണ്ട് എന്ന് അവർക്ക് പറഞ്ഞു കൊടുക്കുക. യു എന്ന അക്ഷരം, യു എന്ന ശബ്ദം. ഫോർ എക്സാമ്പിൾ, UNION, യൂണിയൻ അല്ലേ? അപ്പോൾ കുട്ടികൾ ശ്രദ്ധിക്കുക, യു എന്ന അക്ഷരമാണ്. അപ്പോൾ യു എന്ന അക്ഷരത്തിന് ആ എന്ന ശബ്ദമാണോ യു എന്ന ശബ്ദമാണെന്ന് കൂട്ടി വായിക്കുമ്പോൾ അവർക്ക് മനസ്സിലാവും. ഒരിക്കലും അവർ കുട എന്നർത്ഥം കിട്ടുന്ന വാക്കിനെ യുംബ്രല എന്ന് വായിക്കില്ല, അംബ്രല എന്നേ വായിക്കും. കാരണം യു എന്ന അക്ഷരത്തിന് ആ എന്ന ശബ്ദം ഉണ്ട്. ഓക്കെ, ഞാനത് വിശദമായിട്ട് പോകുന്നില്ല. കാരണം ഫോണറ്റിക്സിൽ അതുള്ളതാണ്. പ്യുവർ വവൽസ് ഉണ്ട്, 12ഓളം പ്യുവർ വവൽസ് ഉണ്ട്, ശുദ്ധസ്വരങ്ങൾ. ഈ ഇല്ലേ, ഈ രൂപത്തിൽ പോകുന്നത്. പിന്നെ 8 ഡിഫ്തോങ്സ് ഉണ്ട്, 2 വവൽസ് ചേർന്ന് ടങ് ഗ്ലൈഡ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന പുതിയൊരു ശബ്ദം. എ എന്ന വവലും ഇ എന്ന വവലും ചേരും എയിം. ഫോണറ്റിക് സിമ്പലിലൂടെ സൂചിപ്പിക്കാൻ വേണ്ടി പറ്റും. സ്വാഭാവിക സ്ലാഷ് മാർക്കിലാണ്, ഒബ്ലിക്ക് മാർക്കിലാണ് സിമ്പിൾസ്, അടയാളങ്ങൾ കൊടുക്കാറ്. ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഡബിൾ ഡോട്ട്സ് ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ ദീർഘ ശബ്ദം വരും. ഞാനതിൻ്റെ ഫോണറ്റിക്സ് തേർഡ് പവർ ലെവൽ ഓഫ് ഇംഗ്ലീഷ് സ്പീക്കിംഗ് ആണ്. ഞാനത് തരും അവിടെ. വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് തന്നെ അത് നിങ്ങൾക്ക് ലഭിക്കേണ്ടതുണ്ട്.
എന്തായാലും അത് ഡീറ്റെയിൽ ആയിട്ട് പോകുന്നില്ല, അതിൻ്റെ സിമ്പിൾസും കാര്യങ്ങളും. കീ വേർഡ്സിലൂടെ നമുക്ക് പ്രിൻസിപ്പൽ വേർഡ്സിലൂടെ അത് പ്രാക്ടീസ് ചെയ്യേണ്ടതുണ്ട്. ചെറിയ കുട്ടികൾക്ക് മുതിർന്നവർക്കെല്ലാം അത് വളരെയധികം ഉപയോഗപ്രദമാകുന്ന ഒരു ഭാഗമാണ്. എന്തായാലും ഇവിടെ സൂചിപ്പിക്കുന്നത് 2 സ്വരങ്ങൾ, ശുദ്ധ സ്വരങ്ങൾ ചേരുമ്പോൾ ഡിഫ്തോങ്, പുതിയൊരു ശബ്ദം വരുന്നു. അതും നമുക്ക് അക്ഷരങ്ങളുടെ ശബ്ദങ്ങൾ അത് കൂട്ടി വായിക്കുന്ന രീതിയിൽ കൊടുക്കാൻ പറ്റും. യെസ്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ പിന്നെ കോൺസോണൻസ് ആണ്. 24 കോൺസോണൻസ് ഉണ്ട്. അപ്പോൾ 12 + 8 + 24 44 സൗണ്ട്സ് ആണ് ഇംഗ്ലീഷിലാകെ ഉള്ളത്. അത് വിശദമായിട്ട് ഫോണറ്റിക്സ് ക്ലാസ്സിൽ നിങ്ങൾക്ക് ലഭിക്കും. ഓക്കെ, നമുക്ക് ഇവിടെ ഈ നാച്ചുറൽ ഫ്ലോ ഓഫ് റീഡിങ് ഒന്ന് പൂർത്തീകരിക്കാൻ വേണ്ടി ഏതാനും വരികളും കൂടെ അതിന് തരാം. പ്രോബ്ലം വരെയാണ് നിങ്ങളിപ്പോൾ വായിച്ചത്. അടുത്ത വരി നോക്കൂ, അതാ ശ്രദ്ധിച്ചോളൂ, വായിക്കാൻ കിട്ടുന്നുണ്ടോ? ദിസ് ഈസ് ബിക്കോസ് ദ ഹ്യൂമൻ മൈൻഡ് ഡസ് നോട്ട് റീഡ് എവറി ലെറ്റർ ബൈ ഇറ്റ് സെൽഫ് ബട്ട് ദ വേർഡ് ആസ് എ ഹോൾ. മൊത്തം നമ്മൾ ആ വാക്കുകളങ്ങ് വായിച്ചു പോവുകയാണ് ചെയ്യുന്നത്, അല്ലേ? അമേസിങ് അല്ലേ? അമേസിങ്, അത്ഭുതപ്പെടുത്തുന്നത്, അല്ലേ? ആൻഡ് ഐ ഓൾവേസ്, ഏതാണ് വരുന്ന വാക്ക്? TGHUHOT. എന്താണ്? തോട്ട്. യെസ്, ഐ ഓൾവേസ് തോട്ട് സ്പെല്ലിംഗ് വാസ് ഇമ്പോർട്ടൻറ്റ്. എൻ്റെ ചിന്തയിൽ എപ്പോഴും ഉണ്ടായത് സ്പെല്ലിങ് വളരെ പ്രധാനപ്പെട്ടതാണ്. അതായിരുന്നു എൻ്റെ ചിന്ത. ഇപ്പോൾ എനിക്ക് മനസ്സിലായി, ഹരി സാറിൻ്റെ ക്ലാസ്സോടുകൂടി മനസ്സിലായി എന്ത്. ആൻഡ് ഐ ഓൾവേസ് തോട്ട് സ്പെല്ലിംഗ് വാസ് ഇമ്പോർട്ടൻറ്റ്. ഇഫ് യു ക്യാൻ റീഡ് ദിസ് യു ക്യാൻ അണ്ടർസ്റ്റാൻഡ്. ഇഫ് യു ക്യാൻ റീഡ് ദിസ് യു ക്യാൻ അണ്ടർസ്റ്റാൻഡ്. Natural flow of reading is more important than the spellings of each word. Okay അല്ലേ? ഇത് നോട്ട്ബുക്കിലേക്ക് പകർത്തി വീട്ടിൽ നിന്ന് പലതവണ സ്പീഡിൽ വായിക്കാൻ കിട്ടുന്നുണ്ടോ നോക്കൂ. അങ്ങനെ നിങ്ങൾക്ക് റീഡിംഗ് ഒരു പ്രോസസ്സ് എന്ന നിലയിൽ ഇംഗ്ലീഷ് ഫ്ലുവൻസി മെച്ചപ്പെടുത്താൻ സാധിക്കുന്നതാണ്. ഈ രൂപത്തിൽ നിങ്ങൾ പരിശീലിക്കുമ്പോൾ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലാക്കിയ ഈ ഉച്ചാരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അക്ഷരങ്ങളുടെ ശബ്ദവും വാക്കുകൾ കൂട്ടി വായിക്കുന്ന ആൽഫബറ്റ് സൗണ്ട് ആൻഡ് വേർഡ് പ്രൊനൗൺസിയേഷൻ അല്പം മനസ്സിലാക്കിയെടുത്തപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ റീഡിംഗ് പ്രോസസ്സിൻ്റെ മറ്റൊരു അഡ്വാൻറ്റേജ് അഥവാ ഗുണം, നേട്ടമായിട്ട് ഇതിനെ കാണാം. എന്താ? റീഡിംഗ് പ്രോസസ് improves your pronunciation also. ഓക്കെ, ഇനി മറ്റൊരു ഗുണം എന്താണെന്ന് നോക്കാം. എന്താണത്? നിങ്ങൾ റീഡിംഗ് ഒരു പ്രോസസ്സായി തുടർന്നുകൊണ്ടേയിരുന്നാൽ നിങ്ങൾ വായിക്കുന്ന കാര്യങ്ങൾ ഗ്രഹിക്കുന്നതിൻ്റെ പവറും കൂടും, മനസ്സിലാക്കുന്നതിൻ്റെ പവറും കൂടെ കൂടും, സ്വാഭാവികമായിട്ടുണ്ടാവും. അപ്പോൾ കൂടുതൽ വായിക്കുന്ന കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയുമ്പോൾ നിങ്ങളുടെ ബ്രെയിനിലെ 3rd പവർ ലെവലായ മെമ്മറി യൂണിറ്റ് ശക്തിപ്പെടും. എന്താണത്? റീഡിംഗ് പ്രോസസ് സ്ട്രെങ്തൻസ് ദ പവർ ഓഫ് മെമ്മറി റീറ്റെൻഷൻ. മെമ്മറി നിലനിർത്തുന്ന ആ ശേഷിയില്ലേ, അത് വർദ്ധിപ്പിക്കുന്നു ലൗഡ് റീഡിംഗ് പ്രോസസ്സ്. അപ്പോൾ പ്രധാനപ്പെട്ട നേട്ടങ്ങൾ നിങ്ങൾ 1 by 1 ഓർമ്മിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഓരോന്നിനും അതിൻ്റെതായ പ്രാധാന്യമുണ്ട്. ഇന്നു മുതൽ ഉറക്കെ വായിക്കാൻ ശ്രമിക്കുമ്പോൾ ഈ ഒരു ലക്ഷ്യത്തിന് വേണ്ടിയുള്ള ഉറക്കെയുള്ള വായനയാണ്. അപ്പോൾ കുട്ടികളെല്ലാവരും ധരിച്ചു വെക്കേണ്ട പാഠപുസ്തകത്തിലെ സിലബസിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള കാര്യങ്ങൾ ഉച്ചത്തിൽ വായിച്ചാലേ പഠിക്കാൻ പറ്റൂ എന്നതാണ് സാറ് പറയുന്നത്. ധരിച്ചു പോകണ്ട.
സൈലൻ്റ് റീഡിങ്ങിലൂടെ മനസ്സിരുത്തി വായിച്ച് പഠിക്കുന്ന കുട്ടികളുണ്ട്. അതൊരു ഹാബിറ്റാണ്, അത് തെറ്റിക്കണ്ട. ഇവിടെ സാറ് പറയുന്നത് റീഡിങ് പ്രോസസ്സ് എന്നത് ഫ്ലുവൻസി സ്കിൽ മെച്ചപ്പെടുത്താൻ വേണ്ടി സഹായിക്കുന്ന ഒന്നാണ്. ആ രീതിയിലാണ്. അപ്പം നിങ്ങളത് വായിക്കുമ്പോൾ, പ്രത്യേകിച്ച് പ്രൊനൗൺസിയേഷൻ മെച്ചപ്പെടുത്തും എന്നൊക്കെ പറയുമ്പോൾ ആൽഫബറ്റ് സൗണ്ട് മാത്രമല്ല, ചില കുട്ടികളുടെ ടെക്സ്റ്റ് റീഡിങ്ങിൽ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്, അവർ കോമ, ഫുൾ സ്റ്റോപ്പ് തുടങ്ങിയ സ്ഥലങ്ങളിൽ നിർത്താതെ വായിക്കുന്നു. പേസിങ് എന്നുള്ളത് പ്രധാനപ്പെട്ടതാണ്. PACING, ദ പേസിങ് ഇൻ റീഡിങ്. പേസിങ് ഇൻ റീഡിങ് പ്രൊനൗൺസിയേഷൻ മെച്ചപ്പെടുത്തുന്നതിൽ വളരെ പ്രധാനം. പേസിങ് ഒരു ടൈമിംഗ് ആണ്. ആ ഒരു ടൈമിംഗ് ഉണ്ട് വായിക്കുന്നതിൽ. എവിടെയാണ് പോസ്, ഷോർട്ട് പോസ് വേണ്ടത്, കോമയിലടക്കം നിർത്തി വായിക്കണം, അതാണ്. മറ്റൊന്ന് ഇൻറ്റോണേഷൻ ഉണ്ട്, റൈസിങ് ആൻഡ് ഫാളിങ്, അല്ലേ? റൈസിങ് ഞാനൊരു ക്ലാസ് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. പരീക്ഷ എന്നതിൻ്റെ വാക്ക് കുട്ടികളിൽ എക്സാമിനേഷൻ, അതിൻ്റെ ഇൻറ്റോണേഷൻ നോക്കുമ്പോൾ എക്സാമിനേഷൻ, ഒരു റൈസിങ് ആൻഡ് ഫാളിങ് വരുന്നുണ്ട് അതിൽ. മറ്റൊന്ന് സ്ട്രെസ് ഉണ്ട്. സ്ട്രെസ്, നമ്മൾ ചില കാര്യങ്ങളിൽ ശബ്ദം കുറച്ചുകൂടെ പ്രസ് ചെയ്തുകൊണ്ട് തന്നെ വായിക്കണം. ഞാനത് ചില കുട്ടികളിൽ പരീക്ഷണാർത്ഥം തെളിയിച്ചിട്ടുണ്ട്. ഞാൻ കുട്ടികളോട് 20 മുതൽ 30 വരെ ഇംഗ്ലീഷിൽ എണ്ണാന്ന് പറഞ്ഞു. കുട്ടികൾ വളരെ സ്പീഡിൽ എഴുതി 20, 21, 23, 24, 25, 25, 26 അങ്ങനെ 30 വരെ. പിന്നെ ഞാനതിനെ സ്ട്രെസ് കൊടുത്ത് എണ്ണാൻ പറഞ്ഞു. എങ്ങനെ? 20, 21, 22, 23. സ്ട്രെസ് കൊടുത്ത് എണ്ണുമ്പോൾ സ്വാഭാവികമായിട്ടും പ്രൊനൗൺസിയേഷൻ മെച്ചപ്പെട്ടു. അങ്ങനെ എണ്ണി 30 ഡൈസിലബിക് സിലബിൾസ് വരുന്നത് ഇവിടെ. സൗണ്ട് ഓഫ് ഈച്ച് ലെറ്റർ ഓർ ഈച്ച് പാർട്ട് ഓഫ് ദ വേർഡ്. അപ്പോൾ അത്രമാത്രം മെച്ചപ്പെടുത്തും നിങ്ങളുടെ റീഡിങ് പ്രോസസ്സ്. അതുകൊണ്ട് വളരെ നന്നായി ഇത് മനസ്സിലാക്കുക. ഇനി ഇതിൻ്റെ മറ്റൊരു സൈഡുണ്ട് കുട്ടികളെ. എന്താണെന്നറിയോ? ബയോളജിക്കൽ അഡ്വാൻറ്റേജസ് ഓഫ് റീഡിങ് പ്രോസസ്. ബയോളജിക്കൽ അഡ്വാൻറ്റേജസ് ഓഫ് റീഡിങ് പ്രോസസ് ആൻഡ് റീഡിങ് ഹാബിറ്റ്. അതിൽ റീഡിങ് ഹാബിറ്റ് വരുന്നുണ്ട്. ഈ ലൗഡ് റീഡിങ് പ്രോസസ് നിങ്ങൾക്ക് ഒരുപാട് സഹായകരമാണ്. അതിനായി സമയം കണ്ടെത്തി പരിശീലിക്കേണ്ടതുണ്ട് എന്ന് ബോധ്യപ്പെടുന്നു. ഇനി റീഡിങ് ആസ് എ പ്രോസസ് എന്നതിനും റീഡിങ് ആസ് എ ഹാബിറ്റ് എന്നതിനും അഡ്വാൻറ്റേജസ് ചിലവ കൂടി നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തേണ്ടതുണ്ട്. അപ്പോൾ മാത്രമേ നമ്മുടെ ക്ലാസ്സിൻ്റെ പരിപൂർണതയിലേക്ക് നിങ്ങൾക്ക് എത്തുവാൻ സാധിക്കും. മറ്റ് അഡ്വാൻറ്റേജസ് ഏതൊക്കെയാണ് എന്നുള്ളത് വളരെ വൈകാതെ തന്നെ നിങ്ങളുടെ മുന്നിൽ എത്തിക്കാൻ പോകുന്ന അടുത്ത വീഡിയോ ക്ലാസ്സിൽ നിങ്ങൾക്ക് ലഭിക്കും. പ്രത്യേകിച്ച് നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ട ഒരുപാട് ഗുണഗണങ്ങൾ റീഡിംഗ് പ്രോസസ്സിലൂടെ ഉറപ്പുവരുത്താൻ കഴിയും എന്നുള്ളതാണ്. ബയോളജിക്കൽ അഡ്വാൻറ്റേജസ് എന്നൊക്കെയാണ് അതിനെ പറയാറുള്ളത്. ഏതായാലും അതിനെ സംബന്ധിച്ച് ഇവിടെ വിശദീകരിച്ച് ഈ ക്ലാസ് വീഡിയോയുടെ ലെങ്ത്ത് കൂട്ടാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഉടനെ തന്നെ റീഡിംഗ് ആസ് എ ഫ്ലുവൻസി സൊല്യൂഷൻ എന്ന ഭാഗത്തിൻ്റെ 3ാം ഭാഗം നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. 1ാം ഭാഗവും 2ാം ഭാഗവും ഒരിക്കൽ കൂടെ കണ്ട് 3ാം ഭാഗം വീക്ഷിക്കുന്നതിന് വേണ്ടിയും പരിശീലിക്കുന്നതിന് വേണ്ടിയും തയ്യാറാവുക. അടുത്ത ക്ലാസ് വീഡിയോയുമായി റീഡിംഗ് ആസ് എ ഫ്ലുവൻസി സൊല്യൂഷൻ പാർട്ട് 3 വീണ്ടും നമ്മൾ കാണും. അതുവരെ ബൈ ആൻഡ് ഗുഡ് നൈറ്റ്.